everyone. The dangers of drug abuse. കുറച്ച് പ്രശ്നമാണ്. സ്ഥിരമായി ചോദിക്കുന്ന രണ്ട് ചോദ്യങ്ങൾ. ഇത് പഠിച്ചു വെച്ചാൽ മതി നിങ്ങൾ പരീക്ഷയ്ക്ക്. നോക്കാം നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക്. Damage to brain is the most subtle, most often unrecognized and least understood consequences of drug abuse. Prepare an essay on the topic hazards of drug abuse. നമ്മുടെ പഠിക്കാനുള്ള ചാപ്റ്ററും ഒരു എസ്സേ ആണ്. ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു ടോപ്പിക് തരാണ് അവർ ദ ഹസാർഡ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ് എന്ന് പറയുന്നത്. അതിന് മുമ്പേ തന്നത് ആ ചാപ്റ്ററിലുള്ള ഒരു ഓതർ പറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗാണ്. ഓക്കെ, ഇതിനെക്കുറിച്ച് നിങ്ങളുടെ ഒരു എസ്സേ എഴുതാനാണ് പറഞ്ഞത്. അല്ലെങ്കിൽ ചോദ്യം ഇങ്ങനെയായിരിക്കും, റൈറ്റ് an ആർട്ടിക്കിൾ ഓൺ ദ ടോപ്പിക് ഡേഞ്ചർ ഓഫ് ഡ്രഗ് അബ്യൂസ്. ഡേഞ്ചർ ഓഫ് ഡ്രഗ് അബ്യൂസ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ മേലെ ഒരു ആർട്ടിക്കിൾ എഴുതാണ്. രണ്ടാണെങ്കിലും നിങ്ങൾ ഈ പറയുന്ന ആൻസർ എഴുതി വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഒരു കോമൺ ആയിട്ടുള്ള ആൻസർ ആണ് നമ്മൾ പഠിച്ചു വെക്കാൻ പോകുന്നത്. ഈ ചാപ്റ്ററിൽ നിന്ന് എന്ത് ചോദിക്കുകയാണെങ്കിലും അതിന്റെ ഫോർമാറ്റ് ഒന്ന് മാറ്റിയിട്ട് അതിലേക്ക് ഈ പോയിന്റ്സ് ആഡ് ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് നേരെ തുടങ്ങാം. ഡ്രഗ് അബ്യൂസ് ഇസ് എ സീരിയസ് മെനൻസ് ഡിസ്റ്റർബിങ് അവർ മോഡേൺ സൊസൈറ്റി. ഇന്ന് നമ്മൾ മോഡേൺ സൊസൈറ്റി നേരിടുന്ന വലിയൊരു ത്രെട്ടാണ് ഏത്, വലിയൊരു ഭീഷണിയാണ് ഏത്, ഡ്രഗ് അബ്യൂസ് എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് ബിക്കം എ ട്രെൻഡ് ടുഡേ ടു ഇൻക്ലൂഡ് ടു ഇൻഡൾജ് ഇൻ ഡ്രഗ്സ്. ഇന്നൊരു ട്രെൻഡായി മാറിയിട്ടുണ്ട് കുട്ടികളുടെ ഇടയിലും ഒക്കെ. എന്താ, ഈ ഡ്രഗ്സിൽ ഇൻഡൾജ് ചെയ്യാനൊരു ടെൻഡൻസി ആളുകളിൽ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ടീനേജേഴ്സ് ആൻഡ് യങ്സ്റ്റേഴ്സ് ആർ മെയിൻലി എഫക്റ്റഡ് ബൈ ദിസ്. അൺഫോർച്ചുനേറ്റ്ലി ടീനേജേഴ്സും അതുപോലെ തന്നെ യങ്സ്റ്റേഴ്സും ആണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ആവുന്നത്, എഫക്റ്റഡ് ആവുന്നത്. ദ അഡിക്ഷൻ ഓഫ് ഡ്രഗ്സ് ഇസ് ഓൾസോ എ ഗ്രോയിങ് മെനൻസ്. ഈ ഡ്രഗ്സിനോട് ഉണ്ടാകുന്ന അഡിക്ഷനും ഒരു വലിയ ത്രെട്ടായിട്ട് ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇറ്റ് ഹാസ് എ നെഗറ്റീവ് എഫക്റ്റ് ഓൺ ദ മെന്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത് ഓഫ് ദ ഇൻഡിവിജ്വൽ. ഇത് നമ്മുടെ മെന്റൽ ഹെൽത്തിനാണെങ്കിലും ഫിസിക്കൽ ഹെൽത്തിനൊക്കെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഇഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ആൽക്കഹോൾ, ഹെറോയിൻ, കൊക്കെയിൻ, ഓപ്പിയം, മരിജുവാന എക്സെട്ര ആർ സം ഓഫ് ദ ഡ്രഗ് അബ്യൂസ്ഡ് ബൈ ദ പീപ്പിൾ. പിന്നെ കുറച്ച് ഡ്രഗ്സിന്റെ പേര് പഠിച്ചു നോക്കുക. ഏതൊക്കെയാണ് ഈ കോമൺലി ആളുകൾ യൂസ് ചെയ്യുന്ന ഡ്രഗ്സ്? ആൽക്കഹോൾ, ഹെറോയിൻ, അതുപോലെ കൊക്കെയിൻ, ഓപ്പിയം, മരിജുവാന, ഇതൊക്കെയാണ് സാധാരണ ആളുകൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് വരും, സെക്കൻഡ് പാരഗ്രാഫിലേക്ക്. ജനറലി ദ യൂത്ത് സീംസ് ടു ബി ദ ടാർഗറ്റ് ഓഫ് ദിസ് ഡ്രഗ് മെനൻസ് ആൻഡ് ഇറ്റ്സ് അബ്യൂസ്. സാധാരണ ഈ പറയുന്ന ഡ്രഗ്സിന്റെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് സാധാരണ ആരാണ്? യൂത്ത് ആണ് ആവാറ്. ക്യൂരിയോസിറ്റി, peer pressure and availability of drugs such as cigarettes and alcohol are the immediate cause of drug abuse. ഇതിന്റെ ഒരു കാരണമാണ് സെക്കൻഡ് പാരഗ്രാഫിൽ നമ്മൾ പറയുന്നത്. എന്താ സെക്കൻഡ് പാരഗ്രാഫിൽ പറയുന്നത്? ക്യൂരിയോസിറ്റി, ആകാംക്ഷ. ഇതെന്താണ് ഉപയോഗിച്ചാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാനുള്ള ആകാംക്ഷ. പിയർ പ്രഷർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രായത്തിലുള്ള സമപ്രായക്കാരായിട്ടുള്ള ഫ്രണ്ട്സിന്റെ ഒക്കെ ഒരു വലിയ പ്രഷർ, ഉപയോഗിക്കും എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രഷർ ഉണ്ടാവും. പിന്നെ അവൈലബിലിറ്റി ഓഫ് ഡ്രഗ്സ്, ഇതിന്റെ ഒരു സുലഭമായിട്ടുള്ള ലഭ്യതയും ഇതിന്റെ ഒരു കാരണമാണ്. ഓക്കെ, എന്തിന്റെയൊക്കെ? സിഗരറ്റ്സും ആൽക്കഹോളും ഒക്കെ ഇതിന്നാണ് തുടങ്ങുന്നത്. Okay, ഇനിയോ the naked advertisement of alcohol, cigarettes and other non-medicated drugs influence the youngsters to get addicted to it. അപ്പോൾ ഒരുപാട് പരസ്യങ്ങൾ വരുന്നുണ്ട് അല്ലെ, എന്ന് വെച്ചാൽ തുറന്ന, അതാണ് നെയ്ക്കഡ് എന്ന് പറയുന്നത്, തുറന്ന രീതിയിലുള്ള പരസ്യങ്ങൾ ഇത്തരം ലഹരി പദാർത്ഥങ്ങളുടെ. ഇപ്പോൾ ആൽക്കഹോൾ ആണെങ്കിലും ശരി, അല്ലെങ്കിൽ സിഗരറ്റ്സ് ആണെങ്കിലും ശരി, ഇതെല്ലാം ആളുകൾ ഉപയോഗിക്കുന്നത് പരസ്യത്തിലൂടെ കാണിക്കുന്നു. സോ ഈ ഒരു ടെൻഡൻസി നമ്മളിൽ ഉണ്ടാവുകയാണ് ഇതൊക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കാൻ. Curiosity, it is said kills the cat. Curiosity, it is said kills the cat എന്ന് പറയാറുണ്ട്. ക്യൂരിയോസിറ്റി പൂച്ചയെ കൊല്ലും എന്നൊരു ചൊല്ലുണ്ട്. അപ്പോൾ അതുപോലെയാണ് ഇവിടെ കാര്യം. ഇത് അറിയാൻ വേണ്ടി നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ പിന്നെ അഡിക്റ്റഡ് ആയി പോകുന്നു, പിന്നെ നാശത്തിലേക്കാണ് പോകുന്നത്. The youth of today are very curious. This curiosity becomes fatal and it leads to their death. ഇന്ന് നമ്മുടെ യൂത്ത് ഭയങ്കര ക്യൂരിയസ് ആണ്, എല്ലാം അറിയാനൊക്കെ ഭയങ്കര ആഗ്രഹമുള്ള ആളുകളാണ്, എക്സ്പ്ലോർ ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുള്ള ആളുകളാണ് അല്ലെ. പക്ഷെ ഇങ്ങനെയുള്ള ക്യൂരിയോസിറ്റി പലപ്പോഴും നമ്മളെ മരണത്തിലേക്കാണ് എത്തിക്കാറ്. Many youth indulge in drug trafficking. Today, a lot of youth are involved in the drug trade. It has become the attitude of the youth make quick money. പെട്ടെന്ന് പണം ഉണ്ടാക്കുക എന്ന ഒരു, എന്താ വെച്ചാൽ വലിയ വലിയ ഗാഡ്ജറ്റ്സ് വാങ്ങിക്കാൻ, അല്ലെങ്കിൽ വലിയ വെഹിക്കിൾസ് വാങ്ങിക്കാൻ, വലിയ പോഷ് ലൈഫ് സ്റ്റൈൽ ഉണ്ടാവാൻ വേണ്ടിയിട്ടൊക്കെ ക്വിക്ക് മണിക്ക് വേണ്ടിയിട്ട് ആളുകൾ എന്ത് ചെയ്യാറുണ്ട്? ഈ പറയുന്നത് പോലെ ഡ്രഗ് അബ്യൂസിന് വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട്, അല്ലെങ്കിൽ ഡ്രഗ് ട്രേഡിന് വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട്. ഓക്കെ, അത് വലിയ പ്രശ്നങ്ങളിൽ കൊണ്ടു ചെന്ന് ചാടിക്കും. നെക്സ്റ്റ്, prolonged use of drug
affects the user's judgment and thinking ability. നെക്സ്റ്റ് പാരഗ്രാഫിൽ ഇതിന്റെ ഒരു കോൺസിക്വൻസ് ആണ് പറയുന്നത്. എന്താ പറയുന്നത്? പ്രൊലോങ്ഡ് യൂസ് ഓഫ് ഡ്രഗ്സ് നമ്മൾ ഒരുപാട് കാലം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരുപാട് കാലം യൂസ് ചെയ്യാനൊന്നും ഇയാൾ ഉണ്ടാവില്ല എന്നുള്ള വേറെ കാര്യം. ഓക്കെ, കുറച്ച് കാലം നമ്മളിങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ദ യൂസേഴ്സ് ജഡ്ജ്മെന്റ് ആൻഡ് തിങ്കിങ് എബിലിറ്റി എന്ത് സംഭവിക്കും? എഫക്റ്റ് ചെയ്യും. അയാളുടെ ചിന്തിക്കാനുള്ള കഴിവിനെയും അതുപോലെ തന്നെ ജഡ്ജ് ചെയ്യാനുള്ള കഴിവിനെയൊക്കെ അത് സാരമായി ബാധിക്കും, സാരമായിട്ടുള്ള നല്ല രീതിയിൽ ബാധിക്കും. ഓക്കെ, ദിസ് ലീഡ് ടു കോംപ്ലക്സ് സോഷ്യൽ മെഡിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ പ്രോബ്ലംസ്. ഇത് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സോഷ്യൽ അതുപോലെ സൈക്കോളജിക്കൽ അതുപോലെ മെഡിക്കൽ പ്രോബ്ലംസ് ഇയാളിൽ ഉണ്ടാക്കുന്നു. Certain drugs such as alcohol and marijuana tend to arouse the sexual feelings to the users. ചില ആൽക്കഹോൾ അതുപോലെ തന്നെ ചില ഈ മരിജുവാന പോലുള്ള സാധനങ്ങളൊക്കെ സെക്ഷൽ ഡിസയേഴ്സ് ആളുകളിൽ ഉണർത്താൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ അതുവഴി ആളുകൾ പല തിന്മകളിലേക്കും അതുപോലെ തന്നെ ഒരുപാട് എന്താ പറയുക അബ്യൂസുകളിലേക്കൊക്കെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഡ്രഗ് അഡിക്ട്സ് ലൂസ് മണി ആൻഡ് ഹെൽത്ത്. രണ്ടും നഷ്ടപ്പെടും. അവർക്ക് ഹെൽത്ത് നഷ്ടപ്പെടും, അതിനേക്കാൾ വലുത് വേറെ ഒന്നുമില്ല അല്ലെ. എന്ന് വെച്ചാൽ മണി നഷ്ടപ്പെടുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെ അവരുടെ ഹെൽത്തും നഷ്ടപ്പെടുന്നു. വൺ ഹൂ ഇസ് അഡിക്റ്റഡ് ടു ഇറ്റ് കനോട്ട് ഡു വിത്തൗട്ട് ഇറ്റ്. ഒരാൾ അതിനോട് അഡിക്റ്റഡ് ആണെങ്കിൽ പിന്നെ അയാൾക്ക് ഇതില്ലാതെ പറ്റൂല. ദേ ലൂസ് ദ ജോയ് ഓഫ് ലൈഫ്. ആദ്യം നഷ്ടപ്പെടുന്നത് അതാണ്, സന്തോഷമാണ് നഷ്ടപ്പെടുന്നത്, ജീവിതത്തിന്റെ സന്തോഷമാണ് നഷ്ടപ്പെടുന്നത് അല്ലെ. ദേ ഓഫൺ പിൽ ഫോർ മണി ഫ്രം ഹൗസ്. ആദ്യം അവർ മോഷ്ടിക്കാൻ തുടങ്ങും വീട്ടിൽ നിന്നും പൈസ. സംടൈംസ് ദേ സീക്ക് ഇറ്റ് ബൈ അൺലോഫുൾ മീൻസ്. ചിലപ്പോൾ മാല പൊട്ടിച്ചോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്താ പറയുക അൺലോഫുൾ ആയിട്ടുള്ള ക്രൈംസ് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടി അവർ ശ്രമിക്കും. എ ഡ്രഗ് അബ്യൂസ് പേഴ്സൺ ലൂസസ് ഹിസ് കോൺഫിഡൻസ് ആൻഡ് സെൽഫ് എസ്റ്റീം. ഒരു ഡ്രഗ് അബ്യൂസ് ആയിട്ടുള്ള ആള് അയാളുടെ കോൺഫിഡൻസ് ആയിട്ട് ഉണ്ടാവില്ല, അയാളുടെ കോൺഫിഡൻസ് ആയിട്ട് നഷ്ടപ്പെടും. അതുപോലെ തന്നെ സെൽഫ് എസ്റ്റീം ഉണ്ടാവില്ല, ആത്മാഭിമാനം എന്ന് പറയുന്ന സാധനം അയാളുടെ നഷ്ടപ്പെട്ടു പോകും. He finds it difficult to behave normally in the social environment. സോഷ്യൽ എൻവയൺമെന്റിൽ അയാൾക്ക് നോർമൽ പേഴ്സണെ പോലെ ബിഹേവ് ചെയ്യാൻ അയാൾക്ക് സാധിക്കില്ല. ഇതിനൊക്കെ നിങ്ങൾക്ക് ഇതിനിടയ്ക്കൊക്കെ ഉദാഹരണങ്ങൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു ഫാമിലിയെ കുറിച്ച് പറയാം, അതുപോലെ തന്നെ ഇതിങ്ങനെ അഫക്റ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ നൈബർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫ്രണ്ട്, നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലൊക്കെ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ആൻസർ ആയിട്ട് കൊടുക്കാം. 8 മാർക്സിനൊക്കെ ആണെങ്കിൽ നിർബന്ധമായിട്ടും അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പാരഗ്രാഫുകളൊക്കെ വലുതായി വരും. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എഴുതാനുണ്ടാവും. ഇതൊക്കെ വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ്, നിങ്ങൾക്ക് അറിയാവുന്ന കുറെ പോയിന്റ്സ് ആണ് അല്ലെ. ഡ്രഗ് കൺസെപ്ഷൻ ലീഡ്സ് ടു വയലൻസ് ഇൻ ദ സൊസൈറ്റി. അടുത്ത പോയിന്റ് ആണ്, ഡ്രഗ് കൺസെപ്ഷൻ നമ്മുടെ സൊസൈറ്റിയിൽ എന്തുണ്ടാക്കും? വയലൻസ് ക്രിയേറ്റ് ചെയ്യും. നെക്സ്റ്റ്, ചിൽഡ്രൻ ഇൻ സ്കൂൾസ് അറൗണ്ട് ദ വേൾഡ് ഷുഡ് ബി എൻകറേജ്ഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഡ്രഗ് എഡ്യൂക്കേഷൻ. കുട്ടികൾ ലോകത്തിലാകമാനമുള്ള സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഒരു സ്റ്റഡി കൊടുക്കണം അല്ലെ, ഇതേക്കുറിച്ചുള്ള നല്ല ബോധോദയം കൊടുക്കണം അവർക്ക്, ഡ്രഗ് എഡ്യൂക്കേഷൻ കൊടുക്കണം അവർക്ക്. ദ പ്രിൻസിപ്പിൾ സേ നോ ഡ്രഗ്സ് The principle say no to drugs, say yes to life should be encouraged in the schools. എന്താണ് നമ്മുടെ പ്രിൻസിപ്പിൾ? നമ്മുടെ പ്രിൻസിപ്പിളിലാണ് സേ നോ ടു ഡ്രഗ്സ് ആൻഡ് സേ യെസ് ടു ലൈഫ് അല്ലെ. ഡ്രഗ്സിനോട് വേണ്ട എന്ന് പറയുക, ജീവിതത്തോട് വേണമെന്ന് പറയുക, ഈ ഒരു താല്പര്യം ആളുകളിൽ ഉണ്ടാക്കിയെടുക്കണം. ഇനി ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു എസ്സേ, ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട എസ്സേയിൽ നമുക്ക് പറയാനുള്ളത്. സോ ഇങ്ങനെ ഒരു ജനറൽ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് സാധാരണ വരിക. ഇനി നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന കുറെ പോയിന്റ്സ് ഉണ്ട് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, നിങ്ങൾ എക്സാമ്പിൾസ്, ഇലിസ്ട്രേഷൻസ്, കണക്കുകൾ, കാര്യങ്ങൾ ഇത്രയും ഇപ്പൊ നമ്മുടെ കേരളത്തിലെ മദ്യത്തിന്റെ വിൽപ്പനകളെ കുറിച്ചിട്ട് ഓരോ വർഷവും ഒരു ആഘോഷങ്ങളുടെ സമയത്തൊക്കെ ഉണ്ടാവുന്ന കുതിപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാം. ക്രൈംസ്, ഇവിടെ നടക്കുന്ന ക്രൈംസുകളെ കുറിച്ച് പറയാം. അതിനെയൊക്കെ മോട്ടീവായിട്ടുള്ള ഈ ഡ്രഗ് യൂസിങ് അല്ലെ, അതുപോലെ എന്താ പറയാ നമ്മുടെ പാരന്റ്സിനെ ആക്രമിക്കുന്ന മക്കള്, അങ്ങനെയുള്ള ഒരുപാട് സോഷ്യൽ ത്രെഡ്സുകളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാം. പ്ലസ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ബ്രെയിനിനെ എഫക്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന ആ ഒരു കാര്യമുണ്ടല്ലോ, അതൊന്നുകൂടെ എന്ത് ചെയ്യാം. അപ്പോൾ നമുക്ക് അറിയാം ക്യാൻസർ വരും, അതുപോലെ തന്നെ കിഡ്നി ഫെയിലിയേഴ്സ് ഉണ്ടാവുന്നു, അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവുന്നു, ട്യൂബർക്ലോസിസ് പോലുള്ള ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവുന്നു. ഇതിൻ്റെ കൂടെ ആളുകൾ മറന്നു പോകുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു സംഭവമാണ് ഈ പറയുന്ന സൈക്കോളജിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ബ്രെയിനിനെ സംഭവിക്കുന്ന പ്രശ്നങ്ങൾ. ഓക്കെ, അതാണ് ശരിക്കും ഈ ഹാർഡിൻ എന്ന് പറയുന്ന ഡോക്ടർ ഹാർഡിൻ ഇതിനകത്ത് എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യുന്നതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക അതിനകത്ത് ഉൾപ്പെടുത്തിയാൽ കുറച്ചുകൂടെ നന്നായിരിക്കും. സോ ഇത്രയും മതി നിങ്ങളുടെ ഈ പറയുന്ന ഒരു ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യന് തയ്യാറെടുക്കുന്നത്. ഓക്കെ, താങ്ക് യു.